പിതാവായ ദൈവം ഈ തോട്ടത്തെ കണ്ടു, ഇസ്രായേൽ ജനത്തെ കണ്ടു. ഫറവോന്റെ കയ്യിൽ നിന്നൊക്കെ വിടുവിച്ച് ഒരുപാട് അവരെ പല സാഹചര്യങ്ങളിലും ദൈവം ഒരുപാട് നൽകിയ നന്മകളൊക്കെ നൽകി അനുഗ്രഹിച്ചാണ് വഴിഞ്ഞെടുത്തത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് അവർ അനുഗ്രഹിച്ചു. എല്ലാം ദൈവം ചോദിച്ചതെല്ലാം ദൈവം അവർക്ക് നൽകി. എന്തൊക്കെ ചോദിച്ചു അതെല്ലാം ദൈവം അവർക്ക് നൽകി. അത് പുറപ്പാട് 19:7-8 നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അവരെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് സ്വതന്ത്രരാക്കി എല്ലാ നന്മകളും കൊടുത്തു. ഒരു വചനം പറയുന്നത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിരുന്ന് അവർക്ക് അപ്പമൊക്കെ നൽകിയ ഈ പിതാവിനെ അവർ മറന്നു കളഞ്ഞു. കാട്ടുമുദ്രികയെ കാണിക്കുന്നത് അനീതിയും അനുസരണക്കേടുമാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെ ആ വേലി കെട്ടി സംരക്ഷണം ചെയ്തിട്ടും കാഴ്ച ഫലം അവര് ദൈവത്തോട് ചെയ്തെന്താണ്? അവർ മത്സരിച്ചു. ദൈവത്തോട് അനീതിയും ഹൃദയമൊക്കെ കഠിനപ്പെട്ട് അവർ മത്സരിച്ചു. പുതിയ നിയമത്തിൽ വരുമ്പോൾ പിതാവാ ദൈവം വേറൊരു തോട്ടത്തെ കണ്ടു. ഈ തോട്ടത്തിന് ആരുമില്ല, വേലക്കാരില്ല. ഈ തോട്ടത്തിന് പ്രിയനൊന്നുമില്ല. ഇത് ആദാം മൂലം വന്ന പാപം നിമിത്തം ഓരോ വൃക്ഷവും ഓരോ കൊമ്പുകളും ആ പാപത്തിന്റെ പിന്നിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോ കൊമ്പുകളുമാണ് ആ തോട്ടത്തിലുള്ളത്. ഈ തോട്ടത്തെ ദൈവം തന്നെ വീണ്ടെടുക്കാൻ, ശരീരമായ സഭയാക്കാൻ വേണ്ടിയിട്ട് ഈ തോട്ടത്തെ ദൈവം വീണ്ടെടുക്കുവാൻ ഒന്ന് മാത്രം ദൈവം ഈ ലോകത്ത് ഉപേക്ഷിച്ചു. സ്വന്തം പുത്രനായ യേശുവിനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പിതാവിനെ നമുക്ക് വേണ്ടി സ്വർഗത്തില് നൽകിയിട്ട് ആ സ്വന്തം രക്തം കൊണ്ട് ഈ തോട്ടത്തെ അവകാശമാക്കി. ഈ പിതാവായ ദൈവം യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഈ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പറയുന്ന ഒരു വാക്യമാണ്. ഈ പുതിയ തോട്ടത്തിന് വേണ്ടി പറയുന്ന വാക്യമാണ്. എല്ലാവർക്കും അറിയാം, യോഹന്നാൻ 15:1 വാക്യം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നല്ല ഫലം ദൈവം കായ്ക്കാൻ വേണ്ടി നശിപ്പിക്കുകയല്ല, ശക്തി വെടിപ്പാക്കിയാണ് ചെയ്യുന്നത്. കാരണം എന്താ? സ്വന്തം പുത്രനെ സ്വന്തം രക്തം നൽകി അവകാശമാക്കിയ തോട്ടം ഇനി നശിപ്പിക്കാനല്ല, പണിയാൻ വേണ്ടി. ദൈവം പുത്രനെ നൽകി ഈ തോട്ടത്തെ അവകാശമാക്കിയെടുത്തു. ഇനി ഇസ്രായേൽ ജനത്തെ പോലെ തെറ്റിപ്പോകാതിരിക്കാൻ ഒന്നും കൂടെ യേശു നൽകിയിട്ടാ പോയത്. എന്താ? പരിശുദ്ധാത്മാവെന്ന ഇനി തെറ്റിപ്പോകാൻ പാടില്ല. ഇനി തെറ്റി ദൈവത്തോട് മറക്കാൻ പാടില്ല. ദൈവത്തോടു കൂടെ പണിത് തന്റെ ശരീരമാകുന്ന സഭ ഓരോ അവയവങ്ങളാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നൽകി നമ്മൾ